പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കാൻ പോകുന്ന ഒരു വിഷയം സുവിശേഷം മൂലം ക്രിസ്ത്യാനിയായവനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. സുവിശേഷം മൂലം ക്രിസ്ത്യാനിയാവുകയോ? അതെന്താ അങ്ങനെ? അതെ, തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ പല വിധത്തിലുണ്ട്. പ്രധാനമായും 3 വിധം ക്രിസ്ത്യാനികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്ന്, ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷം. അവരുടെ SSLC ബുക്കിലും ജനന സർട്ടിഫിക്കറ്റിലും ഒക്കെ അവൻ ക്രിസ്ത്യാനിയാണെന്നുള്ളതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ക്രിസ്ത്യാനിയായ കൂട്ടരുണ്ട്. മറ്റൊരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ക്രിസ്ത്യാനിയായവൻ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ക്രിസ്ത്യാനിയായവൻ. അങ്ങനെയുള്ള ഒരു കൂട്ടരുമുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, മറ്റൊരു യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് ക്രിസ്ത്യാനിയായവൻ. അതിൻ്റെ മറ്റൊരു യേശുവിനെ, അങ്ങനെ ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പൗലോസിൻ്റെ ചില വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ 2 വിധ പ്രസംഗങ്ങളുണ്ട് ഈ സുവിശേഷ പ്രസംഗകരുടെ ഇടയിൽ. ഭൂരിപക്ഷ സുവിശേഷ പ്രസംഗകർ, ഇന്നറിയപ്പെടുന്ന സുവിശേഷകർ പലരും പ്രസംഗിക്കുന്നത് യഥാർത്ഥ യേശുവിനെയാണോ അതോ വേറൊരു യേശുവിനെയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും കൊള്ളാം, സുവിശേഷം കേട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനി ആയത് എന്ന് അവകാശപ്പെടുന്ന വലിയൊരു സമൂഹമുണ്ട്. വേറൊരു സമൂഹം ഞങ്ങൾ ജന്മനാ തന്നെ ക്രിസ്ത്യാനികളാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നൊരു വിഭാഗവുമുണ്ട്. ഇനി ഏത് തന്നെ ആയിരുന്നാലും സുവിശേഷം മൂലം ക്രിസ്ത്യാനി ആയവനെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. സുവിശേഷം മൂലം ക്രിസ്ത്യാനി ആയവന് മാത്രമേ ക്രിസ്തുവുമായി ബന്ധമുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പലതും പറഞ്ഞേക്കാം. ഒരു ക്രിസ്ത്യാനി എങ്ങനെ തിരിച്ചറിയും? അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലെ കുരിശ് കണ്ടിട്ട് അവനെ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അവൻ്റെ പേര് വായിച്ചിട്ട് അവൻ്റെ പേര് ജോസഫ് എന്നാണ്, മർക്കോസ് എന്നാണ്, ഒക്കെ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റും. വേറൊരു കൂട്ടർ പറയും അവൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സിനിമയ്ക്കൊന്നും പോകത്തില്ല, എപ്പോഴും സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, പള്ളിയിൽ പോകും, അപ്പോൾ അതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിക്കാൻ പലതുണ്ടാവും. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്ത്യാനിയെ എങ്ങനെ തിരിച്ചറിയാം, യഥാർത്ഥ ക്രിസ്ത്യാനിയെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ ക്രിസ്ത്യാനിയായവനെയാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് എടുത്തു പറയുന്നത് വേറൊരു യേശുവുണ്ട്, 2 യേശുമാരുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, ചിലർ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ, കവല പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, തെരുവുകളിൽ പരസ്യയോഗങ്ങൾ നടത്തുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അറിയുന്നത് അത്രേ സുവിശേഷം. അപ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ അറിയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതേ യേശുക്രിസ്തുവിനെ തന്നെയാണോ അറിയിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു വന്നിട്ട് അറിയിക്കുന്നത് പലപ്പോഴും മറ്റൊരു യേശുവിനെയാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാം. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ തൻ്റെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ അവൻ രക്ഷയ്ക്ക് വിളിച്ചത്, ദൈവം നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. ഇത് എഴുതിയിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണ്. നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ. അപ്പോൾ യഥാർത്ഥമായ സുവിശേഷം, യഥാർത്ഥമായ ക്രിസ്തുവിനെ കേട്ടാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടതെങ്കിൽ അവന് തിരിച്ചറിയാനുള്ള ഏക വഴി അവൻ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഒരു ക്രിസ്ത്യാനിയെന്ന് അവകാശപ്പെടുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെന്ന് അവകാശപ്പെടുന്നവൻ സ്വയം പറയണം, എൻ്റെ ജീവിതത്തെ നിങ്ങൾ നോക്കൂ, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടെത്താൻ പറ്റും. ഞാൻ ക്രിസ്ത്യാനി അല്ലാതിരുന്നപ്പോഴത്തെ കാലഘട്ടവും ഇപ്പോൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചു നോക്കുക. ശരിയാണ്, പലരും പറയാറുണ്ട് അവൻ പണ്ട് കള്ളു കുടിച്ച് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു, ഒത്തിരി കാര്യങ്ങൾ കുഴപ്പക്കാരനായിട്ട് പറയാറുണ്ട്. പണ്ട് പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, ഇപ്പോഴത്തേണ്ട് യേശുക്രിസ്തുവിൻ്റെ പുറകെ പോയി ഇഷ്ടം പോലെ കാശായി, പിള്ളേരൊക്കെ രക്ഷപ്പെട്ടില്ലയോ, നല്ല സെറ്റപ്പായില്ലയോ, ജീവിതം സെറ്റിലായില്ലയോ എന്നൊക്കെ പറഞ്ഞ് സമൂഹം പുകഴ്ത്തുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരെ ഒന്നുമല്ല ഞാൻ ക്രിസ്ത്യാനി എന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഇവരിൽ വെളിപ്പെടണം എന്നുള്ളതാണ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം? യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് കടം മാറ്റലാണോ? പലരും സുവിശേഷം പറഞ്ഞ് അങ്ങനെയാണ് ആളുകളെ ക്ഷണിക്കുന്നത്. പലരും ഇന്നത്തെ പലരും യേശുവിൻ്റെ പേര് പറഞ്ഞ് സുവിശേഷമാണെന്ന് പറഞ്ഞ് പരസ്യയോഗത്തിലൂടെയും പബ്ലിക് കൺവെൻഷനുകളിലൂടെയും ഒക്കെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് കടബാധ്യതയാണോ,
നിങ്ങൾക്ക് വിടുതൽ കിട്ടിയിട്ടില്ലയോ? നിങ്ങൾക്ക് രോഗബാധമാണോ? ഭൂതപ്രശ്നമാണോ? കൂടോത്രമുണ്ടോ? നിങ്ങൾക്ക് വരൂ, സുവിശേഷത്താൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും, വിടുതലിനായി കടന്നു വരുവീൻ, അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി കടന്നു വരൂ എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ വിളിക്കാറുള്ളത്. രോഗശാന്തി ലഭ്യമാക്കാനല്ല നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രോഗശാന്തി ലഭ്യമാക്കാനല്ല, നിങ്ങളുടെ കടം മാറ്റാനല്ല, നിങ്ങളുടെ ഭൗമികമായ ഒരു വിഷയവും പരിഹരിച്ച് തരാനായിട്ടല്ല. എന്നാൽ ഇതൊക്കെ പരിഹരിക്കുവാൻ ക്രിസ്തുവിന് കഴിയും, ക്രിസ്തു ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിനല്ല നിങ്ങളെ വിളിച്ചത് എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ദൈവം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ട സുവിശേഷകനാൽ ദൈവം അറിയിച്ചിരിക്കുന്ന ആ യേശുക്രിസ്തുവിനെ തന്നെയാണ് ഒരുവൻ പ്രസംഗിക്കുന്നതെങ്കിൽ, അത് കേട്ടിട്ടാണ് ഒരുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതെങ്കിൽ അവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥ സുവിശേഷം കേട്ട ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ എന്നുള്ളതാണ് 1-2 വാക്കിൽ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടണം. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം? അവിടെയാണ് വിഷയം. എന്താണ് ഈ യേശുക്രിസ്തുവിൻ്റെ മഹത്വം? ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുടെ അമ്മ അടുക്കൽ, സബദിപുത്രന്മാരുടെ അമ്മ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞു: യേശുവേ, നിൻ്റെ മഹത്വത്തിൽ, ശ്രദ്ധിക്കണം, നിൻ്റെ മഹത്വത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാവും, നിൻ്റെ മഹത്വത്തിൽ എൻ്റെ 2 മക്കളിൽ ഒരാളെ നിൻ്റെ ഇടത്തും ഒരാളെ നിൻ്റെ വലത്തും ഇരുത്തണമേ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അവിടെ ചില സംഭാഷണങ്ങൾക്ക് കർത്താവ് അവിടെ പറഞ്ഞതിന് ശേഷം അവരോട് പറയുകയാണ്, തൻ്റെ മഹത്വം കർത്താവ് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണേ. എൻ്റെ മഹത്വം എന്താണെന്നറിയാമോ? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ പ്രാണനെ മറുവിലയായി കൊടുക്കാനുമായിട്ടാണ് വന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുന്നതല്ല, സ്വന്തം പ്രാണനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായി തയ്യാറാകുന്നതാണ്. മറ്റൊരു കാര്യം കൂടി യേശു അവിടെ പറഞ്ഞു: നിങ്ങളിൽ മുമ്പനാകാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനാകട്ടെ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട മഹത്വം മറ്റുള്ളവരുടെ ദാസനാകുകയാണ്. ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് ശിഷ്യന്മാരെക്കാട്ടിലും താൻ ചെറിയവനാണ് എന്ന നിലയിൽ തന്നെ താഴ്ത്തിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് യേശുക്രിസ്തുവിൽ നടത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞത്, ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദാസരൂപം സ്വീകരിച്ചു. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് താഴുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിക്കുവാൻ, മുമ്പനാകാനല്ല, പിമ്പിലിരിക്കാൻ, അതൊക്കെയാണ് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട മഹത്വം. എന്നാൽ ഇതേ മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ പരിശോധിച്ചാൽ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഈ ഒന്നാമനാകാൻ, മുന്നിൽ നിൽക്കാൻ, മറ്റുള്ളവരെക്കാൾ ഉയർന്ന, മറ്റുള്ളവരെക്കാൾ കൂടിയ സ്ഥാനമാനങ്ങളിൽ നിൽക്കാൻ ഒക്കെയുള്ള ഈ ആഗ്രഹമുണ്ടല്ലോ, അത് ഈ ലോകത്തിൻ്റെ അധിപതിയുടെ താല്പര്യമാണ്. ലോകത്തിൻ്റെ അധിപതി ആരിലാണോ കർത്തൃത്വം നടത്തുന്നത് അവരുടെ താല്പര്യമാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക, ഒന്നാം സ്ഥാനം, മറ്റുള്ളവരെക്കാൾ മെച്ചമായ പദവി കിട്ടുക എന്ന് പറയുന്ന മോഹം. എന്നാൽ ഞാൻ അങ്ങനെയല്ല, നിങ്ങളും അങ്ങനെ ആകരുത്. ഞാൻ മറ്റുള്ളവരുടെ ദാസനാകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം. അവിടെ സബദിപുത്രന്മാരുടെ അമ്മയ്ക്ക് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ മഹത്വത്തിൽ ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ എൻ്റെ മഹത്വം ഇതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ ദൈവം രക്ഷയ്ക്ക് വിളിച്ചതെന്ന് യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ തന്നെ വ്യക്തമാക്കുമ്പോൾ നമുക്ക് വ്യക്തമായി വിശ്വസിക്കാം, ഉറപ്പിക്കാം, മനസ്സിലാക്കാം. യേശുവിൻ്റെ സുവിശേഷമാണ് ഒരു വ്യക്തി കേട്ടിട്ട് രക്ഷിക്കപ്പെട്ടതെങ്കിൽ നിശ്ചയമായിട്ടും അവൻ യേശുക്രിസ്തുവിൻ്റെ മഹത്വം തന്നെ അവനിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്നില്ല എങ്കിൽ അവൻ കേട്ട സുവിശേഷം യേശുവിൻ്റേതാണ് എന്ന് പരിശോധിക്കുക. ഞാൻ വാക്കുകളെ ചുരുക്കാം. ഇന്ന് ഒരുപാട് സുവിശേഷ പ്രസംഗകർ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പരസ്യയോഗങ്ങൾ നടക്കും, കൺവെൻഷനുകളുണ്ട്, ഒരുപാട് തലത്തിലുള്ള സുവിശേഷകരുണ്ട്, വിവിധ സംഘടനകളുണ്ട്, വിവിധ ആശയങ്ങളുണ്ട്. അവർ തമ്മിൽ ഐക്യതയില്ല, പരസ്പര ഐക്യതയില്ലാത്ത നിലയിലാണ് ഇവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും സുവിശേഷ ഘോഷണങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്, വിശേഷിച്ച് കേരളത്തിലുണ്ട്. ഒരു തടസ്സവുമില്ല. അവർ യഥാവിധി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊള്ളട്ടെ. ആരോടും ഒരു വിരോധവുമില്ല. പക്ഷേ ഇക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നവരുണ്ടെങ്കിൽ, വളരെ ചുരുക്കമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവനാണ് എന്നൊരുവൻ പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അവൻ്റെ ജീവിതത്തിലൂടെ അവനിൽ കാണുന്ന ആ
അവൻ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ അവനിൽ നമ്മൾ കാണുന്ന ആ മഹത്വം ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെ ആണോ എന്ന് പരിശോധിക്കാം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെ ബൈബിൾ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെയാണെങ്കിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പിതാവിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു എന്ന് സ്വയം വിശേഷിപ്പിച്ച ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെയാണ് ഇവനിൽ വെളിപ്പെടുന്നതെങ്കിൽ കേട്ട സുവിശേഷം കറക്റ്റാണ്. അതല്ല എങ്കിൽ ഇവൻ കേട്ട സുവിശേഷം വേറെ ഏതോ ഒരു യേശുവിനെ കുറിച്ചാണ്. അങ്ങനെ പല യേശുമാരെ കുറിച്ച് പ്രസംഗിക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെടരുത് എന്ന് ഒന്നുകൂടി ഓർപ്പിച്ച് പറയുന്നു. ഒരുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ അവൻ ഏത് ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി സ്വയം ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നമുക്കും സ്വയം ഒന്ന് പരിശോധിക്കാം. ഞാൻ ഏത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ് പ്രാപിച്ചിരിക്കുന്നത്? എന്നിലൂടെ ലോകം കാണുന്ന ആ മഹത്വം ഏത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ്? ഈ ലോകത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആണോ, അതോ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച, വീണ്ടും വരുമെന്ന് പറഞ്ഞ, സ്വർഗത്തിലിരിക്കുകയും അപ്പോൾ തന്നെ ലോകാവസാനത്തോളം തൻ്റെ ഭക്തന്മാരോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെയാണോ എന്നിൽ വെളിപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ആ മഹത്വം എന്നിൽ വെളിപ്പെടുന്നെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ചെയ്യാനും അനേകർക്ക് വേണ്ടി എൻ്റെ പ്രാണനെ മറുവിലയായി കൊടുക്കാനുമായിട്ടാണ് വന്നത്. ഞാൻ മുമ്പനായി നിൽക്കാനല്ല, പിമ്പിൽ നിൽക്കുവാൻ, മറ്റുള്ളവരുടെ ദാസനായിരിക്കാനാണ് വന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മളെയും സ്വയം പരിശോധിക്കാം. നമ്മൾ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ തന്നെയാണോ ചരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നവൻ ഏത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ.